വാങ്ങാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് കരുത്തു പകർന്ന പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം കേട്ടിട്ടില്ലേ? കല്ലുമാല സമരം, കർഷക സമരം, വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങളൊക്കെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം കേട്ടിട്ടില്ലേ? കല്ലുമാല സമരം, കർഷക സമരം, വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങളൊക്കെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഇങ്ങനെ വേർതിരിവുകളില്ലാതെ ഓണമുണ്ണുന്നതും അയ്യങ്കാളിയുടെയൊക്കെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഓർമ്മിച്ചു വരാം അയ്യങ്കാളിയെ. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ അയ്യങ്കാളിക്ക് സമാനതകളില്ല. ജാതി മേധാവിത്വത്തിന്റെ അപമാനങ്ങൾക്കുമേൽ കീഴാള ജനതയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ആ വിപ്ലവകാരി. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസാവകാശം, ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള അവകാശം, മേൽജാതിക്കാർ കീഴ്ജാതിക്കാർക്ക് നിഷേധിച്ച മാനുഷികാവകാശങ്ങളെല്ലാം സമര പോരാട്ടങ്ങളിലൂടെ പിടിച്ചുവാങ്ങിയ ക്രാന്തദർശി. തിരുവിതാംകൂറിൽ പൊതുവഴി വെട്ടിയ കാലം മുതലേ താഴ്ന്ന ജാതിക്കാർക്ക് അയിത്തമായിരുന്നു. അറിയാതെ പോലും പൊതുവഴിയിലൂടെ നടന്നുപോയാൽ ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയിരുന്ന കാലം. 1893 നഗരത്തിലെ തെരുവിലൂടെ 2 കാളകളെ കെട്ടിയ ഒരു വില്ലുവണ്ടി മണിമുഴക്കി പൊടിപറപ്പിച്ച് പാഞ്ഞു വരുന്നു. തമ്പ്രാക്കളും പ്രമാണിമാരും മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ രാജാവിനെ പോലെ വരുന്നയാളെ കണ്ട് കൂടി നിന്നവർ ഞെട്ടി. മേലാളന്മാരെ പോലെ വെള്ള അരക്കയ്യൻ ബനിയനും മേൽമുണ്ടും തലപ്പാവുമണിഞ്ഞ് വണ്ടിയിൽ വന്നത് പുലയനായ അയ്യങ്കാളി. തമ്പ്രാക്കന്മാർ കോപാകുലരായി. വണ്ടി തടഞ്ഞ് അയ്യങ്കാളിയെ പിടിച്ചുകെട്ടാനായി ഗുണ്ടകൾ പാഞ്ഞെടുത്തു. വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി മേൽമീശ തടവി അയാൾ അരയിൽ നിന്ന് കഠാരയെടുത്തു. തമ്പ്രാക്കളും ഗുണ്ടകളും പരക്കം പാഞ്ഞു. വീരോചിതമായിരുന്നു ആ പോരാട്ടങ്ങൾ. ഐതിഹാസികമായിരുന്നു ആ ജീവിതം. മഹാത്മാ അയ്യങ്കാളി നടന്നു തീർത്ത വഴികളും ഏറ്റെടുത്ത പോരാട്ടങ്ങളും തച്ചുതകർത്ത അനാചാരങ്ങളുമാണ് ഭ്രാന്താലയമെന്ന ഒരു കാലം രേഖപ്പെടുത്തിയ മലയാളി ഭൂമികയെ ഇന്നത്തെ കേളിപെറ്റ കേരളമാക്കി മാറ്റിയത്. 1863 ജനിച്ച 1941 അന്തരിച്ച ആ ഇതിഹാസ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് പ്രണാമം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.